സ്റ്റുഡൻസ്, വർക്ക് എനർജി പവർ എന്ന പാഠത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്നുള്ളതാണ്. എന്താണ് മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഒരു സിസ്റ്റത്തിൻ്റെ ഐസൊലേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിസ്റ്റമാണ്, വേറെ ഫോഴ്സുകൾക്ക് വിധേയമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സിസ്റ്റത്തെ സംബന്ധിച്ച് അവിടെ ആക്ട് ചെയ്യുന്ന ബലം കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നും വിശദമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ആകെ എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നതാണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റന്റ് ഇഫ് ദ ഫോഴ്സ് ഇൻവോൾവ്ഡ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അവിടെ വരുന്ന ബലം കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഞാൻ സ്വതന്ത്രമായി താഴത്തേക്ക് പതിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്വതന്ത്രമായി താഴത്തേക്ക് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ വസ്തുവിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ബലമായി അവിടെ വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ബലം കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു മാസിനെ ഞാൻ ചിത്രരൂപേണ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എം മാസ് എച്ച് ഹൈറ്റിലാണ് ഇരുന്നിരുന്നത്. ആ ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, എ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ അതിന്റെ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി ഞാൻ 0 എന്നും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓബ്ജക്റ്റിനെ താഴേക്കിട്ടു. താഴേക്ക് പോകുന്നതിലിടയ്ക്ക് 2 ഇൻസ്റ്റന്റുകളാണ് സിമ്പിൾ പ്രകാരം രേഖപ്പെടുത്തി വെച്ചുള്ളത്. ഒന്നാമത്തെ സ്ഥലത്തെ ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. താഴത്തേക്ക് ചലിക്കുമ്പോഴുള്ള പൊസിഷനാണത്. ഗ്രൗണ്ടിൽ ഇടിക്കുമ്പോഴുള്ള സ്ഥലത്തെ ഞാൻ സി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബി എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അതിന്റെ വേഗത യു അല്ല, അത് മാറിയിരിക്കുന്നു. പുതിയൊരു വേഗതയാണ് വി എന്ന് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് എത്തുമ്പോൾ പുതിയൊരു വേഗത വീണ്ടും വന്നിട്ടുണ്ടാവും. എന്തായാലും തുടക്കത്തിലുള്ള വെലോസിറ്റിയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള വെലോസിറ്റി പറയുന്നത് എന്നുള്ളതിനാൽ അപ്പോഴുള്ള വെലോസിറ്റിക്ക് രണ്ടിനും സിമ്പിൾ എന്ത് തന്നെ കൊടുത്തുള്ളത്? വി. ഒരിക്കലും ഇവിടെ എഴുതിയ വി ആയിരിക്കില്ല ഇവിടെ, കാരണം താഴത്തേക്ക് വരുമ്പോൾ വേഗത കൂടും. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൂരം ഇവിടെ നിന്ന് താഴേക്ക്, ടോപ്പ് പൊസിഷനിൽ നിന്ന് താഴേക്ക് എക്സ് എന്നാണ് ലേബൽ ചെയ്ത് വെച്ചത്. ഗ്രൗണ്ടിൽ നിന്നും ഓബ്ജക്റ്റ് ഇരുന്നിരുന്ന ഹൈറ്റ് എച്ച് ആണ്. താഴേക്ക് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സുമാണ്. ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് താഴത്തേക്ക് വീഴുമ്പോൾ ഇതിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ പൊസിഷനായിട്ട് നോക്കാം. അറ്റ് പൊസിഷൻ എ എന്ന് പറയുന്ന പൊസിഷനിൽ എന്താണ് ആ ഓബ്ജക്റ്റിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്നുള്ളതാണ്. ഓബ്ജക്റ്റിന്റെ പൊസിഷൻ എയിൽ ടോട്ടൽ എനർജി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ ഓബ്ജക്റ്റ് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആണ്, കാരണം വെലോസിറ്റി ഇല്ല. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, എന്ത് ഉയരെയാണ് ഇരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് പൊട്ടൻഷ്യൽ എനർജി വരിക. ഓബ്ജക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഉയരെ ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. ദാറ്റ് മീൻസ് അറ്റ് പൊസിഷൻ എ ടോട്ടൽ എനർജി ഈസ് mgh. അറ്റ് പൊസിഷൻ ബി, രണ്ടാമത്തെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ എനർജി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ പ്ലസ് mg. ഇപ്പൊ ബി എന്നുള്ള പൊസിഷനിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് എക്സ് കുറച്ചതാണ് എച്ചിൽ നിന്ന്, കാരണം ടോട്ടൽ ഹൈറ്റ് എച്ചും താഴത്തേക്ക് എക്സും വന്നാൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് എച്ച് മൈനസ് എക്സ് ആയിട്ട്. ഇതാണ് ഇപ്പോഴത്തെ ടോട്ടൽ എനർജി.
ഇവിടുന്ന് താഴത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വേഗത u അല്ല, അതിന്റെ വേഗത v ആണ് ബിയിൽ എത്തുമ്പോൾ. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി എന്ത് എഴുതി വെച്ചുള്ളത്, ഹാഫ് എം വി സ്ക്വയർ. Again you know that the equation of motion, third equation of motion is v square is equal to u square plus 2s. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ v square is equal to 2 into g, കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അവിടെ വരുന്നത്. സോ ഇറ്റ് ഈസ് 2g into l, സഞ്ചരിച്ച ദൂരം, that is x. അപ്പോൾ v square is equal to 2gx ആണ്. So you get total energy is equal to half m into 2gx plus mgh minus x. അപ്പോൾ mgh minus mgx എന്ന് കിട്ടും. Expanded to get cancel. പിന്നെ വരുന്നത് ഏതാണ്, m into g into x ആണ്, mgx ആണ്. ഇവിടെ ഒരു മൈനസ് mgx ഉണ്ട്, അത് രണ്ടും കൂടി ആകുമ്പോൾ അത് പോയി ബാക്കി വരുന്നത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് തന്നെയാണ്. That means at position B total energy is definitely mgh. നോക്കുക, ഓബ്ജക്റ്റ് സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുമ്പോൾ A എന്ന പൊസിഷനിലെ ആകെ എനർജി mgh ആണെങ്കിൽ B എന്ന പൊസിഷനിലെയും ആകെ എനർജി mgh ആണ്. താഴത്തേക്ക് വീഴുമ്പോൾ കൈനറ്റിക് വർദ്ധിച്ചുകൊണ്ടിരിക്കും, വേഗത കൂടുകയാണ്, അപ്പൊ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഹൈറ്റ് കുറയുകയാണ്. ഒരു എനർജി കൂടുമ്പോൾ അടുത്ത എനർജി കുറയുന്നു, പക്ഷെ ടോട്ടൽ എനർജി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അത് വരുന്നത്. എയിലും ബിയിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി സെയിം ആണ്. നമുക്ക് അടുത്ത പൊസിഷൻ അറ്റ് സി, ഗ്രൗണ്ടിൽ ഇടിക്കുന്നതിന് തൊട്ട് മുൻപേയുള്ള പൊസിഷൻ, അവിടെ ടോട്ടൽ എനർജി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അറ്റ് പൊസിഷൻ സി ടോട്ടൽ എനർജി is equal to kinetic energy plus potential energy. What is kinetic energy? That is half m v square plus potential energy. ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോൾ ഓബ്ജക്റ്റിലുള്ള ഹൈറ്റ് 0 ആണ്. So it is mg into 0. That means potential energy is 0. ഭാഗ വരുന്നത് ടോട്ടൽ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആര് മാത്രം, കൈനറ്റിക് മാത്രം. But you know v square is equal to u square plus 2s. താഴത്തേക്ക് സഞ്ചരിച്ച് ഗ്രൗണ്ടിൽ ചെന്ന് ഇടിക്കുകയാണ്. എന്തായാലും തുടക്കത്തിലുള്ള വേഗത അപ്പോഴും എന്ത് തന്നെയാണ്, 0 ആണ്. സോ യു ഗെറ്റ് v square is equal to 2 into g into സഞ്ചരിച്ച ദൂരം എയിൽ നിന്ന് സി വരെ, ഗ്രൗണ്ടിൽ നിന്ന് എ വരെയുള്ള അതേ അകലം തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്, h ആണ്. സോ ഇറ്റ് ഈസ് 2gh. Substituting this in our equation, you get total energy is equal to half into m into 2gh. 2 get cancel. That means total energy is equal to mgh. അതിന്റെ അർത്ഥം സി എന്നുള്ള പൊസിഷനിലും ആകെ മെക്കാനിക്കൽ എനർജി എന്ത് മാത്രമേ ഉള്ളൂ, mgh ആണ്. എയിൽ mgh ആണ്, ബിയിൽ mgh ആണ്, സിയിലും mgh ആണ്. That means total energy is conserved. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കൺസർവേഷൻ തിയറിയുമായി മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എയിൽ mgh, ബിയിൽ mgh, സിയിലും mgh ആണ്. നമുക്ക് ഇതെന്ന് ഗ്രാഫിക്കലായിട്ട് ഇതൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇത് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു ഗ്രാഫാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാനിവിടെ ഓബ്ജക്റ്റ് സഞ്ചരിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്നുള്ളത് എക്സ് ആക്സിസിൽ തന്നെയാണ് എടുക്കുന്നത്. ഇത് 0 ആണ്, ഏറ്റവും ടോപ്പിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്, അവിടെ നിന്ന് താഴേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൂരമാണ്. ഇവിടെ ഞാൻ എനർജിയാണ് എടുത്തിരിക്കുന്നത്. എനർജിക്ക് ഞാനൊരു വില ഇവിടെ സ്പെസിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് mgh. ഒരു പർട്ടിക്കുലർ വാല്യൂ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വിലയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അപ്പൊ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എ ബി സി ആണെങ്കിൽ എക്സ് 0 എന്ന് പറഞ്ഞാൽ ഇതാണ് പൊസിഷൻ, താഴത്തേക്ക് സഞ്ചരിച്ച് തുടങ്ങിയിട്ടില്ല. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, what is kinetic energy and what is potential energy? Kinetic energy is 0, potential energy is maximum, total energy equal to mgh. But x is equal to 0, total energy is mgh. Total energy ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഇവിടെ വരും. At x is equal to h, മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിച്ചു,
മാക്സിമം ഡിസ്റ്റൻസ് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ എനർജി എത്രയാണ്? mgh ആണ്. അപ്പോൾ x is equal to h, ടോട്ടൽ എനർജി is again mgh, രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് വരും. So graph will be a straight line. This is the graph parallel to distance axis. This is total energy graph. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താണ്? mgh ആണ്. at x is equal to 0. x 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സഞ്ചരിച്ചിട്ടില്ല താഴത്തേക്ക്. അപ്പോൾ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്. at x is equal to 0 means distance from the ground is h. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh. that means at x is equal to 0 potential energy is maximum. at x is equal to h, താഴെ ഗ്രൗണ്ടിൽ ചെന്ന് ഇടിക്കുന്ന പോയിന്റ്. അപ്പൊ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 0 ആണ്. അതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. That means at x is equal to h, potential energy is maximum, and at x is equal to h, potential energy is minimum. So connecting straight line gives a graph of potential energy. ഇനി അടുത്ത് വരയ്ക്കാനുള്ള ഏതാ? കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. at x is equal to 0, ടോപ്പിലാണ്. കൈനറ്റിക് എനർജി എത്രയാണ്? ഓബ്ജക്റ്റ് റെസ്റ്റിലാണ് ടോപ്പില്. That means kinetic energy is 0. This is the point. At x is equal to 0, kinetic energy value is 0. At x is equal to h, ഗ്രൗണ്ടിൽ ഇടിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വേഗതയാണ് ഓബ്ജക്റ്റ്. ഇപ്പൊ കൈനറ്റിക് എനർജി എന്തായി? ഏറ്റവും വലിയ വിലയാണ്, മാക്സിമം ആണ്. കൈനറ്റിക് എനർജിയുടെ മാക്സിമം വില എത്ര കിട്ടുക? ടോട്ടൽ എനർജിയുടെ അതേ വിലയാണ്, mgh ആണ്. അപ്പൊ at x is equal to h, kinetic energy is maximum, that is mgh. So this is the 2 points. Connecting graph will be a straight line. And this is the graph of kinetic energy. So in this single graph, you draw total energy graph, potential energy graph, and kinetic energy graph. Okay. Potential energy of a spring. ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി നോക്കൂ. ഞാനൊരു സ്പ്രിങ്ങിന്റെ മുകളിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്മൂത്ത് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ടേബിളിന്റെ മുകളിലാണ് എന്ന് വിചാരിച്ച. ടേബിൾ അവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ ആയതുകൊണ്ട് യാതൊരു ഡിസ്പ്ലേസ്മെന്റും അതിലിരിക്കുന്ന സ്ഥലത്ത് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് ഈ പൊസിഷൻ എന്ത് വിളിക്കാം? അറ്റ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഞാൻ ഈ സ്പ്രിങ്ങിന് ഒരു നിശ്ചിത ബലം കൊടുത്തുകൊണ്ട് ഒന്ന് വലിച്ചു പിടിച്ചു. ഞാൻ കൊടുത്തിരിക്കുന്ന ബലത്തെ അപ്ലൈഡ് ഫോഴ്സ് എഫ് എന്നാണ് ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ബലം കൊടുത്തത് കൊണ്ടാണ് സ്പ്രിങ് അങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചത്. ഇക്വിലിബ്രിയം പൊസിഷന് വലത്തു ഭാഗത്തേക്കുള്ള ഡിസ്പ്ലേസ്മെന്റുകളെ നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് വിളിക്കാം. കാരണം ഇപ്പുറത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് പറയേണ്ടി വരും. ഇപ്പൊ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, അപ്ലൈഡ് ഫോഴ്സ് ആണ്, അതിനനുസരിച്ചൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഞാനൊരു ബലം കൊടുത്തത് കൊണ്ടാണ് വസ്തു അങ്ങോട്ട് നീങ്ങിപ്പോയത്. ഞാൻ ഈ ബലം റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? വസ്തു അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരും. സ്വാഭാവികമായി സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടപ്പെട്ടിരിക്കുന്ന സ്പ്രിങ്, ഡീഫോർമേഷന് വിധേയമായിട്ടുള്ള സ്പ്രിങ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബലം സ്പ്രിങ്ങിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കണം. സ്പ്രിങ്ങിന്റെ ഉള്ളിൽ രൂപപ്പെട്ട ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. And it is represented by FR അല്ലെങ്കിൽ FS. റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് എന്നും അതിനെ വിളിക്കാം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാണോ ഡിസ്പ്ലേസ്മെന്റ് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ സ്പ്രിങ്ങിനെ അങ്ങോട്ട് പിടിച്ചു വലിച്ച ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എവിടേക്കാ? അതിന് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ബലത്തിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ആ ബലത്തിന്റെ അളവ് നിങ്ങൾ ഇതിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നുവോ സ്പ്രിങ് വീണ്ടും 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 വലിയും തോറും അതിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ബലത്തിന്റെ അളവും വർദ്ധിക്കും. അതുകൊണ്ട് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സിന്റെ റിലേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം: Fs പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സിന്റെ വില കൂടുന്തോറും സ്പ്രിങ്ങിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഫോഴ്സ് വർദ്ധിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് I can write Fs equal to Fs proportional to
മൈനസ് എക്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നേർ വിപരീതമാണ്. റിസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യാം. ദാറ്റ് ഈസ് the spring force developed inside the spring is equal to a constant into x. That constant k is called spring constant. ഒരു സ്പ്രിങ്ങിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഒരു നിശ്ചിത ഫോഴ്സിന് ഉണ്ടാകും, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വില കൂടുതലാണെങ്കിൽ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടാൻ വലിയ ബലം കൊടുക്കേണ്ടി വരും. ഇതിന്റെ വില കുറവാണെങ്കിൽ സ്പ്രിങ് എളുപ്പത്തിൽ വലിഞ്ഞു നീളും ബലം കൊടുക്കുമ്പോഴേക്കും. സോ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നോക്കൂ, ഇത് റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. അപ്ലൈഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇത് എഫ് എസ് ഇസ് ഈക്വൽ ടു പ്ലസ് കെ എക്സ് ആണ് കേട്ടോ. കാരണം ബലം കൊടുത്ത ദിശയിലാണ് അത് നീങ്ങിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ്, ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എക്സ് ആക്സിസിലും സ്പ്രിംഗ് ഫോഴ്സിനെ വൈ ആക്സിസിലും എടുത്താൽ ഏത് ക്വാഡ്രന്റിലായിരിക്കണം ഈ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്നുള്ള. ഒരു സ്പ്രിങ്ങിനെ വലിച്ചു പിടിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കല്ല റീസ്റ്റോറിംഗ് ഫോഴ്സ് പറയണം, അത് ഇവിടേക്കാണ്. സോ ഇറ്റ് ഈസ് മൈനസ് എഫ് എസ്. അതുകൊണ്ട് മൈനസ് എഫ് എസ് വരുന്ന ഭാഗം ഇവിടെയും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഭാഗം ഇവിടെ ആയതുകൊണ്ട് ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഒരു വലിച്ചു നീട്ട സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരിക. ഫോഴ്സിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് വർദ്ധിക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ഡയറക്ഷനിലാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ് ഓഫ് ദി ഗ്രാഫ്. ഓക്കെ. അതേസമയം ഞാൻ ഈ സ്പ്രിങ്ങിനെ ഒന്ന് കംപ്രസ് ചെയ്യുന്നു വിചാരിക്കുക. കംപ്രസ് ചെയ്യുന്ന പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഈ സ്പ്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. സ്പ്രിങ്ങിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. Again I can write Fs is equal to minus x. ഈ മൈനസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് വിപരീതമായതുകൊണ്ട് മൈനസ് എക്സ് എന്ന് എഴുതാം. നേരത്തെ എഴുതാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പൊ രണ്ട് ഡയറക്ഷനിലേക്ക് സ്പ്രിങ്ങിനെ കൊണ്ടുപോയാലും റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നെയാണ് Fs is equal to minus kx ആണ്. പക്ഷേ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കംപ്രസ് ചെയ്ത സ്പ്രിംഗ് ആണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവുമാണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്കായിരിക്കണം ഡിസ്പ്ലേസ്മെന്റ് വരയ്ക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തേക്ക് വരയ്ക്കണം. അപ്പൊ അവ തമ്മിലുള്ള ഗ്രാഫ് ഏത് ക്വാഡ്രന്റിൽ വരും ചോദിച്ചാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. സോ ഗ്രാഫ് വിൽ ബി ഡ്രോൺ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് ഗ്രാഫ് വിൽ ബി ഡെഫിനറ്റ്ലി എ സ്ട്രേറ്റ് ലൈൻ. അതുകൊണ്ട് ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് സെക്കൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നോക്ക്, ഇങ്ങനെ അമർത്തപ്പെട്ടിരിക്കുന്ന സ്പ്രിങ്ങിന്റെ കയ്യിൽ ഒരു എനർജി ഉണ്ട്. കാരണം അമർത്തപ്പെട്ട സ്പ്രിങ്ങിനോ വലിച്ചു നീട്ടപ്പെട്ടിരിക്കുന്ന സ്പ്രിങ്ങിനോ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ സ്പ്രിങ്ങിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും നമുക്ക് അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? വർക്ക് ഡൺ കണ്ടാൽ മതി. സ്പ്രിങ്ങിനെ 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരെ കൊണ്ടുപോകാൻ എത്ര വർക്ക് ചെയ്തു? വർക്ക് ചെയ്തതിന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സില് 0 മുതൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരെയാണത്. നിങ്ങൾ ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ചെയ്തിരിക്കുന്ന വർക്കാണ് കാണുന്നതെങ്കിൽ ഇന്റഗ്രൽ 0 to x മൈനസ് കെ എക്സ് ഡി എക്സ് എന്നായിരിക്കും. ദാറ്റ് ഈക്വൽ ടു മൈനസ് കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വരും. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വരും. എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷന്റെ ഉത്തരം x²/2 ആണ്. സോ this is the work done. W is equal to minus kx² by 2.
ഇത്രയും വർക്ക് അതിൻ്റെ ഉള്ളിലുള്ള എനർജിയായി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. Therefore energy, potential energy of the spring U equal to half kx square with a negative sign. This is the potential energy stored inside the spring. Okay, ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എന്തുമാ മാറ്റി എഴുതാം? പൊട്ടൻഷ്യൽ എനർജി യൂസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ. നോക്കൂ, ഒരു സ്പ്രിങ്ങിനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് എം എന്ന് പറയുന്ന മാക്സിമം വിലയിലേക്ക് പിടിച്ചു നിർത്തിയാൽ അതിന്റെ കയ്യിലുള്ളത് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്, കൈനറ്റിക് ഇല്ല, കാരണം ചലനം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ നിന്ന് വിട്ടു, വേഗത കൂടി വരുന്നു, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയും ചെയ്യും. ഇക്വിലിബ്രിയം പൊസിഷന് വില കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വില കുറയും, കാരണം ഡിസ്പ്ലേസ്മെന്റ് കുറയും. അതേസമയം ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും തോറും അതിന്റെ കൈനറ്റിക് എനർജി കൂടുകയാണ്, കാരണം വെലോസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ kinetic energy will be maximum and it will be equal to half m v maximum square. At extreme position, അവിടെ ചലനമില്ല. At extreme position kinetic energy equal to 0, കാരണം അവിടെ ഓബ്ജക്റ്റ് ചലിക്കുന്നില്ല. എന്നാൽ at extreme position potential energy is equal to maximum ആണ്, and it will be half k xm square. എക്സ്ട്രീം പൊസിഷനിലെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എനർജി. ഇക്വിലിബ്രിയം പൊസിഷനിലോ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് കൈനറ്റിക് എനർജി മാക്സിമം ആയിട്ട് മാറും, പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പ്രിംഗ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പരസ്പരം മാറുമ്പോൾ ഒരെനർജി കൂടുന്നു, ഒരെനർജി കുറയുന്നു. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, സർഫസ് ഫ്രിക്ഷൻ ഇല്ലാത്തതായിരിക്കണം കേട്ടോ. അതിന്റെ അർത്ഥം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി എ കോൺസ്റ്റന്റ്. അതിന്റെ അർത്ഥം ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ, എക്സ് എം സ്ക്വയർ അല്ല കേട്ടോ, എക്സ് സ്ക്വയർ വിൽ ബി എ കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തുക കണ്ടാൽ അത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും, നേരെ തിരിച്ചും പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യും. പക്ഷെ ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ എക്സ്ട്രീം പൊസിഷനിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന പൊസിഷനിൽ അതിന്റെ കയ്യിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഇക്വിലിബ്രിയം പൊസിഷനിലൂടെ കടന്നു പോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിൽ എത്തുമ്പോൾ വലിയ സ്പീഡിലാണ് കടന്നു പോവുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല. അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക്. കൈനറ്റിക് അപ്പൊ ഏറ്റവും വലുതായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് എനർജികളും സമമായതുകൊണ്ട് എനിക്ക് എഴുതാം പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിന്റെ വില കൈനറ്റിക് എനർജി മാക്സിമത്തിന്റെ വിലയും ഈക്വൽ ആവണം. That is half k xm square is equal to half m v maximum square ആയിരിക്കും. Half get cancel. From this velocity maximum is equal to v maximum is equal to root m അപ്പുറത്തേക്ക് കൊണ്ടായാൽ നമുക്ക് ഇവിടെ വരുന്നത് എന്താ? k by m. റൂട്ടിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ നഷ്ടപ്പെട്ട് എക്സ് മാത്രമായിട്ട് റൂട്ടിന്റെ പുറത്തായിരിക്കും. So v maximum is equal to root k by m into xm ആയിരിക്കും. And this is the equation to find the maximum velocity of the mass connected with the spring which is moving through the equilibrium position. Okay. അതിന്റെ അർത്ഥം ഇത് ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണ്. ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. Because the spring force acting on it is a conservative force. ഒരു സ്പ്രിംഗ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇവയും അവരുടെ വിവിധ ഡിസ്പ്ലേസ്മെന്റുകളും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെയായിരിക്കാം വേരിയേഷൻ എന്ന് നോക്കാം. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ്
കെ എക്സ് സ്ക്വയർ ആണ്. ദർ ഇസ് എ സ്ക്വയർ ഡിപ്പെൻഡൻസ് ഇൻ ഡിസ്റ്റൻസ്. അതുകൊണ്ട് പൊസിഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ പറയുമ്പോൾ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax പറയുന്നത് പോലെ ഒരു പരാബോള ആയിരിക്കും വരുന്നത്. ഗ്രാഫ് ആർക്ക് ഷേപ്പിലേ വരികയുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുകൊണ്ട് അറ്റ് x ഇസ് ഈക്വൽ ടു 0 ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ എനർജി എല്ലാം ഇപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജിക്ക് ഒരു മാക്സിമം വില ഞാൻ എടുത്താൽ അറ്റ് x ഇസ് ഈക്വൽ ടു 0 ടോട്ടൽ എനർജി ഒരു മാക്സിമം വാല്യൂ ഇവിടെ ഉണ്ടാവും. വലിച്ചു പിടിച്ചിരിക്കുന്ന എക്സ്ട്രീം പൊസിഷനിൽ ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു xm മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് പിടിച്ചു. അപ്പോഴും ടോട്ടൽ എനർജി മാറോ? ഇല്ല. കൈനറ്റിക്കും പൊട്ടൻഷ്യലും മാറാം, പക്ഷെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അറ്റ് x ഇസ് ഈക്വൽ ടു xm ടോട്ടൽ എനർജി വിൽ ബി സെയിം. സോ പോയിന്റ് ഈസ് ഹിയർ. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് കംപ്രസ് ചെയ്ത് പിടിച്ചാലും ടോട്ടൽ എനർജി സെയിം ആണ്. അറ്റ് x ഇസ് ഈക്വൽ ടു -xm വന്നാലും ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. അപ്പൊ 3 പൊസിഷനിലും ഒരേ ടോട്ടൽ എനർജി വന്നാൽ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് എന്തായി? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ടോട്ടൽ എനർജി. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് നോക്കാം. അറ്റ് x ഇസ് ഈക്വൽ ടു 0 ആ സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലൂടെ കടന്നു പോവാണ്. അപ്പൊ x ഇസ് ഈക്വൽ ടു 0 കൈനറ്റിക് എനർജി എന്താ? മാക്സിമം ആണ്. മാക്സിമം എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ എനർജിയുടെ വിലക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. പരമാവധി സ്പ്രിങ്ങിനെ വലിച്ചു പിടിച്ചു, x ഇസ് ഈക്വൽ ടു xm ലേക്ക് പിടിച്ചു. കൈനറ്റിക് എനർജി എത്രയാണ്? ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി 0. സോ ദിസ് ഈസ് ദ എനർജി പൊസിഷൻ. അതേപോലെ കംപ്രസ് ചെയ്ത് പിടിച്ചു, x ഇസ് ഈക്വൽ ടു -xm ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പരമാവധി കംപ്രസ് ചെയ്ത് പിടിച്ചു. അപ്പോഴും അതിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ x ഇസ് ഈക്വൽ ടു -xm വന്നാലും എനർജിയുടെ വാല്യൂ 0. സോ ദിസ് ഈസ് ദ തേർഡ് പോയിന്റ്. 1 2 3 പരാബോളയെ വരും. അതുകൊണ്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചാൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് കൈനറ്റിക് എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി വരച്ചാലോ അറ്റ് x ഇസ് ഈക്വൽ ടു 0 ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം വെലോസിറ്റിയിൽ കടന്നു പോകുന്ന സ്ഥലമാണിത്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അറ്റ് x ഇസ് ഈക്വൽ ടു 0 പൊട്ടൻഷ്യൽ എനർജി 0. അതുകൊണ്ട് എനർജി 0 ആയ പൊസിഷനിൽ. അറ്റ് x ഇസ് ഈക്വൽ ടു xm മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ടോട്ടൽ എനർജിയുടെ വിലയിലേക്ക് അത് ഉയരും. അതുകൊണ്ട് x ഇസ് ഈക്വൽ ടു xm ൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അപ്പൊ x ഇസ് ഈക്വൽ ടു -xm ലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നാലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന വിലയിലേക്ക് കിട്ടും. 3 പോയിന്റുകൾ 1 2 3 പരാബോളയാണ് ഗ്രാഫ് വരിക. ഇവ തമ്മിൽ ചേർത്ത് വരച്ചാൽ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫ്. മുകളിലേക്ക് തുറന്നിരിക്കുന്ന പരാബോള പൊട്ടൻഷ്യൽ എനർജിയുടെയും താഴേക്ക് തുറന്നിരിക്കുന്ന പരാബോള കൈനറ്റിക് എനർജിയുടെയും ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. എ ബോൾ റോൾസ് ഡൗൺ ദ ടോപ്പ് ഓഫ് എ കർവ്ഡ് സ്ലൈഡ് ഓഫ് ഹൈറ്റ് 10 മീറ്റർ. ഒരു ചെരിവ് പ്രതലത്തെ 10 മീറ്റർ ഉയരമുള്ള ഒരു ചെരിവ് പ്രതലത്തിൽ നിന്നും ഒരു ബോൾ ഉരുണ്ടുരുണ്ട് താഴേക്ക് വരികയാണ്. ദ ബോൾ സ്റ്റാർട്ട്സ് ഓൺ റെസ്റ്റ്. മുകളിൽ നിന്ന ബോൾ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. അസ്യൂമിംഗ് that there is no friction. ഉരുണ്ടു വരുന്ന പ്രതലത്തിൽ യാതൊരു ഫ്രിക്ഷനും ഇല്ലാന്ന് കരുതിയാൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോൾ അറ്റ് ദ ബോട്ടം? താഴത്തേക്ക് എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എത്ര? അപ്പൊ ഉരുണ്ട ചെരിവ് പ്രതലത്തിലൂടെ താഴത്തേക്ക് വരുമ്പോൾ ഗ്രൗണ്ടിൽ ഇടിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എത്ര? ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയാവുന്ന എന്തൊക്കെയാണ്? ഗ്രൗണ്ടിൽ നിന്നുള്ള വെർട്ടിക്കൽ ഹൈറ്റ് 10 മീറ്റർ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് ചോദിക്കും. ഒരു ഓബ്ജക്റ്റ് താഴേക്ക് ഉരുണ്ട് വീഴുകയാണെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇവ ഉയരത്തിൽ ഇരിക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജി താഴെ എത്തുമ്പോൾ മുഴുവനായിട്ട് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഒരു ഉയരത്തിലിരിക്കുന്ന ഓബ്ജക്റ്റിന്റെ കയ്യിലുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ സമയത്ത് കൈനറ്റിക് ഇല്ല. അത് ഉരുണ്ട് താഴേക്ക് ഏറ്റവും ഇടിക്കുന്ന ഗ്രൗണ്ട് സർഫസിൽ ഏറ്റവും താഴത്തെ പോയിന്റിൽ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റിയിൽ എത്തിണ്ടായിരിക്കും. അപ്പൊ ഹൈറ്റ് ഇല്ല. ആ സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി മുഴുവനായിട്ട് കൈനറ്റിക് ആയിട്ട് മാറും. because total mechanical energy is constant. അതുകൊണ്ട് മുകളിൽ ഇരിക്കുമ്പോൾ അതിന്റെ കയ്യിലുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് mgh ആണ്. ഗ്രൗണ്ടിൽ ഇടിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ മുഴുവനായിട്ട് കൈനറ്റിക് എനർജി ആയി മാറിയിട്ടുണ്ടായിരിക്കും. So I can write it is half mv². ഇതിൽ m get cancelled. നിങ്ങൾക്ക് വേണ്ടത് ഗ്രൗണ്ടിൽ ഇടിക്കുമ്പോഴുള്ള വെലോസിറ്റി ആണ്. That is v² is equal to 2gh. That is v is equal to root of
2gh. That is equal to root 2 into 9.8 into 10. That is 14 meter per second. നോക്കൂ, ഗ്രൗണ്ടിൽ ഇടിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 14 മീറ്റർ പെർ സെക്കൻഡ്. 4ാമത്തെ ക്ലാസ്സിൽ അസൈൻമെന്റ് ആയി തന്നിട്ടുണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് ഫ്രം ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ച് റിസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കൊരു സ്പ്രിങ്ങിനെ സംബന്ധിച്ച് റിസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഏത് ക്വാഡ്രന്റുകളിലൂടെയാണ് കടന്നു പോവുക എന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡും ഫോർത്തുമായി. അപ്പോൾ ആ ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ, ഇതാണ് ഗ്രാഫ് എങ്കിൽ ഈ ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഫ്രം ദ ഗ്രാഫ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഹാഫ് BH. ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ ഉൾക്കൊള്ളുന്ന ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഇക്വേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അത് XM എന്ന് വിളിക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് FS. റിസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ സ്പ്രിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു FS ന് പകരം FS ആദ്യം എഴുതാണ്. FS ന് പകരം മൈനസ് KXM ഇൻറ്റു നോർമലി ഉള്ള XM അത് എഴുതി വെച്ചു. XM into K into half, that is minus half KX square എന്നാണ് ആ ഗ്രാഫിന് താഴെ ഉൾക്കൊള്ളുന്ന ഏരിയ നമുക്ക് തരുന്നത്. This half KX square will be definitely the energy stored in a spring. So this is the potential energy of a spring. That means on finding the area under force displacement graph of a loaded spring, of expanded spring, that area gives potential energy of the spring, because result is minus half KX square.